الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. ഇന്നലെ മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ടാണ് ലോകത്തിൽ ആചരിക്കപ്പെടുന്നത്. 1886 ആദ്യമായി ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങി. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പ്രധാനമായും ഈ ദിനം ഉപയോഗപ്പെടുത്താറുള്ളത്. എല്ലാവിധ തൊഴിലിനെയും തൊഴിലാളികളെയും ആദരിക്കുകയും അവർക്ക് അവരുടേതായ മഹത്വം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. കല്ലുവെട്ട് മുതൽ കമ്പ്യൂട്ടർ വരെയും ആക്രി കച്ചവടം മുതൽ ബഹിരാകാശങ്ങളിലേക്ക് ആളുകളെ കയറ്റിയേക്കുന്ന സ്പേസ് സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെയുമുള്ള ജീവിതത്തിന്റെ നാനാ തുറകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു മതമാണ് ഇന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ഭക്ഷണം അവനും അവന്റെ കുടുംബത്തിനു വേണ്ടി അവൻ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണമായി അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അത് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന, അതുകൊണ്ട് നേടിയെടുക്കുന്ന ഭക്ഷണമാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ചെയ്യുന്ന, അധ്വാനിച്ചുണ്ടാക്കി സമ്പാദിച്ച് അത് മുഖാന്തിരം തനിക്കും തന്റെ കുടുംബത്തിനും നൽകുന്ന ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അഥവാ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക,
എങ്ങനെയെങ്കിലും ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അതിന് ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ വളരെ കുതന്ത്രപരമായി കൊണ്ട് മയക്കുമരുന്നിനും അതുപോലെ തന്നെ അത്തരം സാധനങ്ങളും ആളുകളെ വഞ്ചിച്ചും ചതിച്ചും കുറുക്കു വഴികളിലൂടെയും പണമുണ്ടാക്കി അത് തനിക്കും തന്റെ കുടുംബത്തിനും ഭക്ഷിക്കുവാനുള്ള വിഭവം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിച്ച് തിന്നുന്ന, അധ്വാനിച്ച് പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നവരെ കുറിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മനുഷ്യൻ യാചിച്ചു കൊണ്ടുവന്നു. ഒരു ചെറുപ്പക്കാരനാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സഹാബികളോട് ഇദ്ദേഹത്തിന്റെ പാത്രങ്ങൾ ആരാണ് ലേലത്തിൽ വിളിക്കാൻ തയ്യാറുള്ളത്? അങ്ങനെ കൂടുതൽ വില പറഞ്ഞ ഒരു സഹാബിക്ക് ഈ മനുഷ്യന്റെ പാത്രങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ലേലത്തിൽ വിറ്റു. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഇതിനൊരു അങ്ങാടിയിൽ പോയി ഒരു മഴു വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെ മഴു വാങ്ങിക്കൊണ്ടുപോകും. കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പൈസ കൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് നിന്റെ ആഹാരവും നീ വാങ്ങി വെക്കുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഴുവിന് ഒരു പിടിയും വെച്ചു കൊടുത്തു എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നീ അധ്വാനിച്ച് തിന്നുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മെസ്സേജ്, ഒരു സന്ദേശമാണ് നൽകുന്നത്. യാചിച്ച് പണമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ പണിയെടുക്കാൻ സാധിക്കുന്ന മനുഷ്യന്മാര് മടിയന്മാരായി, അലസന്മാരായി പണിയെടുക്കാതെ ജീവിക്കുക, വീട്ടിലേക്ക് വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് തിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് വളരെ മോശമായ ഒരു കാര്യമായിക്കൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനോട് പറഞ്ഞു, അദ്ദേഹം എന്താണ് ഉണ്ടായിരുന്നത്? ആ മനുഷ്യൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ഉപജീവനം തേടുക. അപ്പൊ ആ മനുഷ്യനോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഈ മനുഷ്യൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അവനെന്താ ഭക്ഷണം ഉപജീവനം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, അള്ളാഹുവേ, അള്ളാഹു നീ എനിക്ക് ഭക്ഷണം നൽകണമേ, എനിക്ക് നീ ഉപജീവനം നൽകണമേ എന്ന് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, അള്ളാഹു ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ഇറക്കി തരുന്നില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിനോട് ഉപജീവനം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം അള്ളാഹിനോട് നമ്മൾ ഉപജീവനം തേടേണ്ടത്. അല്ലാതെ അള്ളാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ പടച്ചോനെ എനിക്ക് ഭക്ഷണം നൽകണേ, എന്റെ കുടുംബത്തിന് ഇനി ഉപജീവനം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രാർത്ഥന ശരിയല്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. നമ്മൾ തവക്കുലാക്കണം. പക്ഷെ ആ തവക്കുലാക്കുന്നത് തവക്കുലാക്കേണ്ടുന്ന രൂപത്തിൽ തവക്കുലാക്കാൻ പാടുള്ളൂ. ഇപ്പൊ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഹദീസ് ഉണ്ട്. നിങ്ങൾ പക്ഷികളെ നോക്കുന്നില്ലേ? പക്ഷികളെ നിങ്ങൾ നോക്കുന്നില്ലേ? എന്താ പക്ഷികള്? അവ രാവിലെ വയറൊട്ടിക്കൊണ്ടാണ് അവരുടെ കൂടുകളിൽ നിന്ന് അവർ പറന്നു പോകുന്നത്. വൈകുന്നേരമാകുമ്പോഴോ ആ പക്ഷികള് വയർ നിറഞ്ഞവരായിക്കൊണ്ടാണ് വരുന്നത്. ഇത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്താ അറിയോ? നമ്മൾ തവക്കുലാക്കേണ്ട രൂപത്തിലാണ് തവക്കുലാക്കേണ്ടത്. ലൗ അന്നകും തവക്കൽതും അലല്ലാഹ് ഹഖ തവക്കുലി, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ തവക്കുലാക്കേണ്ടുന്ന രൂപത്തിലാണ് തവക്കുലാക്കേണ്ടത്. നമ്മളൊന്നും ചെയ്യാതെ, നമ്മളൊന്നും പ്രവർത്തിക്കാതെ ഞാനൊക്കെ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചോനെന്തെങ്കിലും ഒരു മാർഗം തരും എന്ന് വിശ്വസിക്കുക എന്നുള്ളത് തവക്കുലല്ല. അത് തവക്കലിന്റെ ശരിയായ രീതിയല്ല. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിച്ച് ഹദീസിൽ പറഞ്ഞില്ല, റസഖക്കും കമാ യർസുഖു തയ്ർ തഅദു
പക്ഷിയെ നിങ്ങൾ നോക്കുന്നില്ലേ? പക്ഷികൾ എന്താ? ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് രാവിലെ അവർ പറന്നു പോകണം, അവർ കൂട്ടിലിരിക്കല്ല. എന്നതുപോലെ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ അന്നം തേടിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. നമ്മളുടെ അറിയാവുന്ന പണി നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് കൊണ്ടുള്ള ജോലി തേടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പടച്ചോനൊന്നും തരുന്നില്ലല്ലോ, പടച്ചോന്റെ മാർഗത്തിൽ ഞാൻ കുറെ ശ്രമിച്ചു, ഒന്നും വിജയിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ പല സൂറകളിൽ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞു കൂടാനല്ല അള്ളാഹുവിന്റെ നിർദ്ദേശം. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഉപജീവനത്തിനു വേണ്ടിയും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചവനെ തവക്കലാക്കി പള്ളിയിൽ ചടഞ്ഞിരിക്കാൻ അള്ളാഹ് എവിടെയും പറയുന്നില്ല. ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്ന സൂറത്ത് ജുമയിലായിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞത്? ജുമാ ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരികയും നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ കുറെ സമയം ചടഞ്ഞു കൂടേണ്ടതില്ല. നമ്മുടെ ദിക്റും ദുആവുമായിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഇരുന്നാൽ മതി. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹ് പറയാ, നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകണം. പള്ളിയിൽ ഇരുന്ന് ഭക്തി കാണിക്കാനല്ല അല്ലാഹ് പറയുന്നത്. നീ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിലേക്ക് നൽകിയിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഔദാര്യം നീ തേടി പിടിക്കണം, നിനക്കും നിന്റെ കുട്ടികൾക്കും നിന്റെ മക്കൾക്കും. ഇത് വിശുദ്ധ ഖുർആൻ പറയാം. ഞാൻ ഓതി വെച്ച സൂറത്ത് മുൽക്കിലെ 15-ാമത്തെ ആയത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് പല ആയത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണിത്. കൃത്യമായി നമുക്ക് ബോധമുണ്ടാകണം. ഈ ഭൂമിയെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊക്കെ വലിയൊരു അത്ഭുത. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി എന്ന ഈ ഗ്രഹത്തിൽ മാത്രം മനുഷ്യന് വാസയോഗ്യമായ, മനുഷ്യന് എല്ലാത്തരം കൃഷി ചെയ്യാവുന്ന, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാവുന്ന, ഭൂമിയിലേക്ക് കുഴിച്ചിടാവുന്ന ഒരു തരത്തിലാണ് പടച്ച തമ്പുരാൻ ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാഹു അതാണ് നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. പലതരം കൃഷി ചെയ്യാം. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സീസണുകളിലും ചെയ്യേണ്ടുന്ന കൃഷികൾ ഉണ്ടാവും. ഓരോ പ്രദേശങ്ങളിൽ ചെയ്യേണ്ടുന്ന കൃഷികൾ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന കൃഷിയാവൂല കാശ്മീരിൽ നാം ചെയ്യാൻ പറ്റുക. അവിടുത്തെ കാലാവസ്ഥക്കും അവിടുത്തെ മണ്ണിനും ഒക്കെ അനുയോജ്യമായ കൃഷിയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞെന്താ? ആ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നീ സഞ്ചരിക്കുക. എന്തിനാ സഞ്ചരിക്കേണ്ടത്? നിങ്ങളുടെ ഉപജീവനം തേടിക്കൊണ്ട് നിങ്ങൾ പോകണം. അതുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളിലേക്കും, ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് വിദേശങ്ങളിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ചില സഹോദരന്മാർ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നത് എന്തിനാ? നിങ്ങൾക്ക് എവിടെയാണ് അല്ലാഹു തആല റിസ്ക് നിശ്ചയിച്ചതെന്ന് അറിയില്ല. ആ റിസ്ക് തേടുവാൻ വേണ്ടി ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ താല്പര്യത്തിനും ഒക്കെ അഭിരുചിക്കുമൊക്കെ അനുയോജ്യമായ പണികൾ കണ്ടെത്തി, ബിസിനസ്സുകൾ കണ്ടെത്തി, അതുപോലെ തന്നെ തൊഴിലുകൾ കണ്ടെത്തി നിങ്ങൾ സമ്പാദിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്തായതിനു ശേഷം? നിങ്ങൾ അല്ലാഹുവിന്റെ ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഇതൊരു മനുഷ്യന്റെ കടമയാണ്, ഒരു മനുഷ്യന്റെ കടമ. എന്നിട്ട് അല്ലാഹു തആല അവസാനം സൂചിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെറും തിന്നാനും പണിയെടുക്കാനും വേണ്ടി മാത്രമല്ല ഒരു മനുഷ്യന്റെ ആയുസ് ചെലവഴിക്കേണ്ടത്. പിന്നെന്താ? നാളെ പരലോകത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ മരിച്ചു പോകും. നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിനെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് ഖുർആൻ സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ അധ്വാനത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിൽ ഒരു പണിയും ചെറുതല്ല, ഒരു പണിയും ചെറുതല്ല. ചില പണികൾ വൈറ്റ് കോളർ ജോലി എന്ന രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ ജോലിയെന്നോ മോശമായ ജോലിയെന്നോ ഒന്നും ഇസ്ലാമിലില്ല. ഹലാലായ അല്ലാഹു ഹറാമാക്കാത്ത ഏത് പണിയും നമുക്ക് ചെയ്യാം, ഏത് പണിയും നമുക്ക് ചെയ്യാം. അതിനെ തന്നെ നമ്മൾ കാണുന്നത്. പലർക്കും പല കഴിവുകളാണ്. ആ കഴിവനുസരിച്ച് കൊണ്ടുള്ള ജോലിയിൽ നമ്മൾ ഏർപ്പെടണം.
എന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. ചില ആളുകൾക്ക് അവരുടെ പണികളിൽ നല്ല സമ്പാദ്യം ഉണ്ടാകും, നല്ല നേട്ടം ഉണ്ടാകും. അത് ഓരോരുത്തർക്കും പടച്ച തമ്പുരാൻ നൽകുന്ന ചില അനുഗ്രഹങ്ങളാണ്. അതിന് നമ്മള് കൊടിമൂട്ടിയിട്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്, ഇത് സ്ത്രീകൾക്ക് ഇതിൽ പങ്കാളികളാകാം. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അവരുടെ രൂപത്തിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ വേനലവധി സമയമാണ്, നമുക്കറിയാം കുട്ടികളുടെ ചെറിയ കുട്ടി കച്ചവടങ്ങൾ നമ്മൾ കാണും. ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്ത്രീകളെ കുറിച്ച് പലപ്പോഴും അവർക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അധ്വാനം ആണുങ്ങൾ കാണുന്നില്ല. പുരുഷന്മാര് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അധ്വാനിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് പോലും പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ അധ്വാനം പലപ്പോഴും നമ്മളും കാണാറില്ല. രാത്രി നമ്മളൊക്കെ കടന്നാലും രാത്രി അവരുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് അവസാനം വരുന്ന ആളുകൾ നമ്മുടെ ഉമ്മമാരോ നമ്മുടെ ഭാര്യമാരോ ആയിരിക്കും. ആദ്യമായി അടുക്കള സന്ദർശിക്കുന്നതും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും ആയിരിക്കും. അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്ക് അവരുടേതായ പ്രവർത്തനമുണ്ട്, നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, അള്ളാഹു ഒന്നും വെറുതാക്കുകയില്ല. അള്ളാഹു എല്ലാവരുടെയും അധ്വാനങ്ങൾ കാണുന്നുണ്ട്. വിശുദ്ധ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ചിലപ്പോൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടാവും. പണത്തിന്റെ കാര്യത്തിൽ, പണിയുടെ കാര്യത്തിൽ അത് നിങ്ങൾ കൊതിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു തആല സൂചിപ്പിച്ചു, ഓരോ പുരുഷനും അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഓഹരിയുണ്ട്. ഓരോ സ്ത്രീകൾക്കും അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവർക്ക് ആ സമ്പാദ്യവും അവർക്കുണ്ട്. ഇസ്ലാം പുരുഷന്റെയും സ്ത്രീയുടെയും സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൊള്ളണമെന്ന് ഇസ്ലാം എവിടെയും കൽപ്പിച്ചിട്ടില്ല. അവർക്ക് അവരുടേതായ രൂപങ്ങളിലുള്ള അധ്വാനവും പ്രവർത്തനവും ഏർപ്പെടാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ച് ചോദിക്കണം. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട്. ആ പ്രവാചകന്മാർ അഖിലവും അവർ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി തിന്ന ആളുകളായിരുന്നു. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, മടിയന്മാരായിരുന്നില്ല. മറ്റു ആളുകളിൽ നിന്ന്, സാധാരണക്കാരായ ആളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ജീവിക്കുന്ന ആളുകളുമായിരുന്നില്ല പ്രവാചകന്മാർ. എല്ലാ പ്രവാചകന്മാരും എന്തെങ്കിലും തൊഴിലെടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. അതിനൊരു ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഹദീസുകളിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നൽകുകയും അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനുമായിരുന്നു. നിങ്ങൾ നോക്കി, മുസ്ലിം സമുദായത്തിന്റെ ഒരു ചിത്രം എന്താ മനസ്സിന്റെ നമ്മുടെ കാഴ്ചപ്പാട്? കൊല്ലപ്പണി എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പണിയാണ്. അത് നമ്മൾ എടുക്കേണ്ടതല്ല, അത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് എടുക്കേണ്ട ഒരു പണിയാണ് കൊല്ലപ്പണി. കൊല്ലം എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്, ഹദീസുകളിൽ കാണുന്നത് അദ്ദേഹം കൊല്ലപ്പണി എടുത്തിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു, ആശാരിപ്പണി എടുത്തിരുന്നു. അത് നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ? ചില പണികൾ ചില ആളുകൾക്ക് നമ്മൾ തീരെ എഴുതി കൊടുത്തു, അത് നമുക്ക് പറ്റൂല. എന്നാൽ പ്രവാചകന്മാരായ സക്കരിയ നബിയും നൂഹ് നബിയും ആശാരിപ്പണി ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ഇടയന്മാരുടെ ജോലി ചെയ്തിരുന്നു. അവരുടെ ആടിനെ നോക്കുക, ഒട്ടകത്തെ നോക്കുക, അതൊന്നും ഒരു മോശമായ പണിയായിട്ടല്ല. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ കോഴി വളർത്തുക, എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം നമ്മൾ തേടുക എന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നമ്മളെ ഏത് കാര്യത്തിന് ഏർപ്പെടുമ്പോൾ അത് പറ്റൂല, ഇത് പറ്റൂല, ഇങ്ങനെ മടിയന്മാരായിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിത്രത്തിലോ സഹാബിവന്മാരുടെ ചരിത്രത്തിലോ നമുക്ക് കാണാൻ സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അതുപോലെ തന്നെ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ നല്ല സത്യസന്ധന്മാരായിട്ടുള്ള കച്ചവടക്കാരായിരുന്നു. സത്യസന്ധന്മാരായ കച്ചവടക്കാരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, അവർ നാളെ പരലോകത്ത് അമീന്മാരായ സത്യസന്ധന്മാരായിട്ടുള്ള കച്ചവടക്കാര് നാളെ സ്വർഗത്തിൽ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ
സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശുദ്ധ കഅബയെ പണിതുയർത്തിയത്, പുതുക്കി പണിതത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മണ്ണാൻമാര പണി, പടവിന്റെ പണി എടുത്തിരുന്നു മഹാനായ ഇബ്രാഹിം നബി ഖലീലുള്ളാഹി. ഇത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തുന്നൽക്കാരനായിരുന്നു, ഒരു ടൈലറായിരുന്നു. ഇന്നത്തെ ടൈലർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിലെ മെഷീൻ ഉണ്ട് തന്നെ അർത്ഥം. തുന്നൽ പണി എടുത്തുകൊണ്ട് ജീവിച്ച ആളായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ സർവ്വ പ്രവാചകന്മാരും എന്തെങ്കിലും തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുക. നമുക്ക് ഇത് നൽകുന്ന സന്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും പോറ്റാൻ വേണ്ടിയിട്ട് 10 രൂപ കിട്ടാവുന്ന ഹലാലായ ജോലി ഒരു വിശ്വാസത്തിൽ എടുക്കണം. ഇപ്പൊ സഹാബികളുടെ ചരിത്രം നോക്കി നിങ്ങൾ, സഹാബികളുടെ ചരിത്രം നോക്കുമ്പോൾ മുഹാജിറുകളായ ആളുകൾ, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ, അവരധികവും കച്ചവടക്കാരായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീനയിലേക്ക് വന്നപ്പോൾ സഹാബികൾ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരാക്കി കൊടുത്തു, 2 ആളുകളെ. എന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരനാക്കി വെച്ചിരിക്കുന്ന ആള് പറഞ്ഞു, എന്റെ മുതലിന്റെ പകുതി എനിക്ക് തരാം, എന്റെ 2 ഭാര്യമാരിൽ നിന്നും ഒന്നിനെ ഒഴിവാക്കി നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരാം, വിവാഹബന്ധം നടത്തി. അതുപോലെ തന്നെ എന്റെ മുതലിന്റെ പകുതി തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്താ പറഞ്ഞത്, വേറൊരാളുടെ ആശ്രയത്തിൽ ജീവിക്കലല്ല നല്ലൊരു മകനിന് നല്ലത്. അദ്ദേഹം പറഞ്ഞു, എല്ലാറ്റിനും നിന്നോട് നന്ദിയിട്ട് മതി, മാർക്കറ്റ് എവിടെ കാണിച്ചു തന്നാ മതി. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് മദീനയിലെ മാർക്കറ്റിലേക്ക് പോവുകയും അവിടെ അദ്ദേഹം കച്ചവടക്കാരനായും സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽപ്പെട്ട നല്ലൊരു ബിസിനസ്സുകാരനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. എന്നാൽ അൻസാരികളായിട്ടുള്ള സഹാബികളോ അവരധികവും കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. ഈത്തപ്പഴം അതുപോലെ മറ്റു പല കാര്യങ്ങളും കൃഷിയിലായിരുന്നു അവർക്ക് വലിയ ഏർപ്പാട്. ഒന്നുകിൽ കച്ചവടം, അല്ലെങ്കിൽ കൃഷി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പോ ഖലീഫമാരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തൈകളുടെ ചോട്ട് കൊണ്ടുപോയി പാർന്നു കഴിയുന്ന കൂലിപ്പണി. അപ്പൊ ഈ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തൊഴിലെടുക്കുന്ന ആളുകളാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും എന്തെങ്കിലും തൊഴിലെടുക്കുന്ന ആളുകളായിരുന്നു. ഈ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടുന്ന അവരുടെ ചില കടമകളുണ്ട്. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് തൊഴിലാകട്ടെ, എന്ത് തൊഴിലാണെങ്കിലും ആ തൊഴിലാളി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ അയാൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഗതി. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിനോട് നമ്മൾ സത്യസന്ധത കാണിക്കണം. അത് വലിയ ഉത്തരവാദിത്തമാണ്. ആ സത്യസന്ധത നമ്മൾ കാണിക്കണം. അതുപോലെ വഞ്ചന ഒരിക്കലും നടത്താൻ പാടില്ല നമ്മൾ. അതുപോലെ തന്നെ അലസത കാണിക്കാൻ പാടില്ല. അപ്പൊ മുതലാളി ഇപ്പൊ നമ്മൾ പണി ഏൽപ്പിച്ച സ്ഥലത്ത് ഉണ്ടായിക്കോളുന്നില്ല, നമ്മൾ സ്ഥലത്ത് ശ്രദ്ധിക്കാം. മുതലാളി നമ്മളെ കൂടെ ഉണ്ടായിക്കോളുന്നുണ്ടാവും, നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. തോട്ടം കൊട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും, പടവിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ അവിടെ ഇത് അല്ലാഹു എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്ന ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകണം. ഇപ്പൊ നമുക്കറിയാം, അധിക കാലങ്ങൾ ഏത് പണിയെടുക്കാണ്, ഇപ്പൊ തുഷാപ്പിൽ നിൽക്കുന്നതാണെങ്കിലോ എന്ത് പണിയാണെങ്കിലും അവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാതെ നമ്മൾ മൊബൈൽ ഓണാക്കി അയിമ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുമായി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ശമ്പളം തരുന്നത്, കൂലി തരുന്നത് എന്തിനാണ്? നമ്മളവിടെ പണിയെടുക്കാൻ. അത് ഏത് പണിയാണെങ്കിലും. അപ്പൊ ആ പണിയോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ നിർവഹിക്കണം, നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സമയകൃത്യത പാലിക്കുക. എപ്പോഴാണോ നമ്മൾ പണിക്ക് കയറേണ്ടത് ആ സമയത്ത് തന്നെ നമ്മൾ പണിക്ക് കയറണം. അതിപ്പോ കമ്മിറ്റിക്കാര് നോക്കുന്നുണ്ടോ, മൊയലാളി നോക്കുന്നുണ്ടോ, മാനേജർ നോക്കുന്നുണ്ടോ എന്നൊന്നും നോക്കണം. ഇപ്പൊ ഈ പഞ്ചിങ് ഒക്കെ വെക്കാനുള്ള കാരണം എന്താ? ഓഫീസുകളിൽ പഞ്ചിങ് വെക്കാനുള്ള കാരണം ഇഷ്ടമുണ്ടാവുമ്പോ വരിക, ഇഷ്ടമുണ്ടാവുമ്പോ ഇറങ്ങി പോവുക. ഇതൊരു വിശ്വാസിക്ക് പറ്റൂല. നമ്മൾ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് കൃത്യമായി നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ നല്ലോ മനസ്സിലാക്കി.